ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങുന്നില്ല, കാരണം ഇന്നത്തെ മാത്രം വിശേഷങ്ങളല്ല കേട്ടോ. ഈ പെസഹ വ്യാഴം, ദുഃഖവെള്ളിയും പിന്നെ ഈസ്റ്ററും എല്ലാ ദിവസത്തെയും കുറച്ച് നമ്മുടെ സന്തോഷങ്ങളും വിശേഷങ്ങളും ഒക്കെ ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്നത്തെ രാവിലത്തെ കാപ്പിപ്പൊടി വളരെ വേഗത്തിലാണ് കേട്ടോ, കാരണം പെസഹ വ്യാഴം ആയതുകൊണ്ട് നമുക്ക് അപ്പത്തിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട്. ചപ്പാത്തിയും പനീർ ബട്ടർ മസാലയുമായിരുന്നു രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്. പിന്നെ മുട്ട പുഴുങ്ങിയതുണ്ടായിരുന്നു, അതും കൂടെ ഞാൻ ആ ബട്ടർ മസാലയ്ക്കകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. കാപ്പിപ്പൊടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവരൊക്കെ ഇത്രയും വേഗം ഈ പണികളൊക്കെ ചെയ്ത് തീർക്കുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ, ഇവർക്ക് ഈ പണി തീർത്തിട്ട് വേണം ഇനി അടുത്ത പണി ചെയ്യാൻ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വേണം TV കാണാനും ഗെയിം കളിക്കാനും ഒക്കെ. പിന്നെ വീട്ടിലെ പണികളുടെ ലിസ്റ്റിൻ്റെ നീളം കൂടും തോറും നമ്മുടെ നന്ദനം സിനിമയിലെ പാറൂട്ടിയമ്മയും കാർത്തിയാനി അമ്മയുടെയും കളികളാണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആക്ച്വലി ഇന്നത്തെ ലിസ്റ്റിലില്ലാത്ത ഒരു പണിയായിരുന്നു. പിന്നെ കുറച്ച് സമയം ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ പണികളൊക്കെ ഒതുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക്. അപ്പോൾ പിന്നെ ഞാനും കൂടെ കൂടാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് ഇൻട്രസ്റ്റ് ആയി. നമ്മളും കൂടി ഇവരൊപ്പം കൂടുകയാണെങ്കിൽ ഇവർ പണികളൊക്കെ ചെയ്യാൻ ഭയങ്കര താല്പര്യം കാണിക്കും. വേഗം പണികളൊക്കെ തീർക്കുകയും ചെയ്യും. അപ്പം നമുക്കും കുഴപ്പമില്ല, അവർക്കും ഹാപ്പി ആയിട്ടിരുന്നോളും. വീട്ടിലെ എന്ത് പണികളായാലും അത് പിള്ളേർക്കും കൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അവരെയും കൂടെ കൂട്ടുന്നത് നല്ലതായിരിക്കും. കുറച്ചൊന്ന് ഒച്ചയും ബഹളവും ഒക്കെ ഇട്ടാൽ മാത്രമേ ഇവരെത്തത്തുള്ളൂ. എന്നാലും ആവശ്യം എൻ്റേതായതുകൊണ്ട് നമ്മളതിന് മടി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. വിളിച്ചാൽ അവർ എത്തുകയും ചെയ്യും. അവരുടെ ഒപ്പം ഒന്ന് നിന്ന് കൊടുത്താൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ അവർ ചെയ്യുകയും ചെയ്യും. പിന്നെ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും ഇവർക്കിഷ്ടമുള്ള ടോപ്പിക്കിനെ പറ്റിയൊക്കെ സംസാരിക്കുകയോ, ഇവർക്കിഷ്ടമുള്ള കാർട്ടൂണിനെ പറ്റിയോ റീൽസിനെ പറ്റിയോ പിന്നെ സ്കൂളിലെ വിശേഷങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ഇവർക്ക് പണി ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈസ്റ്ററിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇനി നമ്മുടെ ഫ്രീസർ വീണ്ടും നിറയാനുള്ളതാണ് കേട്ടോ. അപ്പം എന്തൊക്കെ സാധനങ്ങളാണ് അതിൻ്റെ അകത്തുള്ളതെന്നൊക്കെ ഒന്ന് എടുത്തു മാറ്റി ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കി വേഗം ആദ്യം എടുത്ത് ഉപയോഗിക്കേണ്ടതൊക്കെ ഉപയോഗിച്ചൊക്കെ എടുക്കേണ്ടതുകൊണ്ട് അതിൻ്റെ അനുസരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് അതിൻ്റെ അകത്തോട്ടെ. ഇനിയും കൂടുതൽ പണിയൊന്നും പറയല്ലെന്നുള്ള ഒരു റിക്വസ്റ്റോടു കൂടിയാണ് കേട്ടോ ഈ പണി വലിയ കാര്യമായിട്ട് ചെയ്ത് തീർക്കുന്നത്. പക്ഷേ ഈ പണി ചെയ്ത് തീർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും ഹാപ്പിയായി, അവരും ഹാപ്പിയായി കേട്ടോ. അതിന് ശേഷം പിന്നെ ഗെയിം കളിക്കാൻ പോയിരുന്നു. പിന്നെ കുറേ നേരത്തേക്ക് ഈ വഴിക്ക് കണ്ടില്ല ഇവരെ ആരെയും ഇങ്ങോട്ട്. ഇനിയിപ്പം അവരായി അവരുടെ കാര്യങ്ങളും ഒക്കെ ആയി കേട്ടോ. ഇവർ 3 പേരും ഭയങ്കര യോജിപ്പും ഒത്തൊരുമയോടുമാണ് ഗെയിം കളിക്കാനിരിക്കുന്നത്. ആ ഒരു സമയത്ത് മാത്രമാണ് കേട്ടോ ഇവർ ഭയങ്കര ഒരുമയുള്ളവരായിട്ടിരിക്കുന്നത്. അല്ലാത്തപ്പോൾ ഒക്കെ 3 പേരും 3 വഴിക്കാണ്, 3 തീരുമാനങ്ങളും 3 അഭിപ്രായങ്ങളും ഒക്കെയാണ് കേട്ടോ. പിന്നെ എനിക്ക് വേറൊരു ഹെൽപ്പറെ കൂടെ കിട്ടിയതുകൊണ്ട് പണികളൊക്കെ വളരെ സ്പീഡിലാണ് നടന്നത്. എനിക്കാണെങ്കിൽ എല്ലാ വർഷവും പെസഹാപ്പം ഉണ്ടാക്കാൻ നേരത്ത് കുറച്ച് സമയം പോകുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇഡലി പാത്രത്തിൽ ഇരിക്കാൻ പാകത്തിലുള്ള ഒരു വട്ടത്തിലുള്ള സ്റ്റീൽ പാത്രം മാത്രമേ ഉള്ളൂ എനിക്ക്. അതിൽ വേണം വട്ടയപ്പം ആണെങ്കിലും കുരിശപ്പം ആണെങ്കിലും ഉണ്ടാക്കാൻ. എന്തുണ്ടാക്കിയാലും അത് എടുത്ത് അതിൻ്റെ ചൂട് പോയി ആ അപ്പം അതിൻ്റെ അകത്തുനിന്ന് മാറ്റിയതിന് ശേഷം വേണം അടുത്തത് ഒഴിക്കാൻ. അവിടെയാണ് എൻ്റെ സമയം മൊത്തം പോകുന്നത്. ഇനിയത്തെ തവണ നാട്ടിൽ പോയിട്ട് വേണം കേട്ടോ ഇതേപോലെ ഈ അളവിലുള്ള 1-2 പാത്രം കൂടെ നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാൻ. എന്നാൽ നമ്മൾ വല്ലപ്പോഴും ഒക്കെ വട്ടയപ്പം ഉണ്ടാക്കുമ്പം ഈ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും തോന്നാറുമില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ കാര്യങ്ങൾ മറക്കുകയും ചെയ്യും. എപ്പോഴും ഈസ്റ്ററിൻ്റെ സമയമാകുമ്പോഴാണ് അയ്യോ വട്ടയപ്പം പാത്രം ഒരെണ്ണം എക്സ്ട്രാ എടുക്കാനില്ലല്ലോ എന്ന് ഓർമ്മ വരുന്നത്. അപ്പോൾ ഇതേ വർത്താനം പറഞ്ഞ നേരം കൊണ്ട് ഞാൻ കുരിശപ്പത്തിനുള്ള അരപ്പും കാര്യങ്ങളും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഈ ജീരകവും എല്ലാം ചേർത്ത് ഉഴുന്നും അരിയും ചേർത്ത് തേങ്ങയിട്ട് നല്ലതായിട്ട് അരച്ച് അതോടെ മാറ്റി വെച്ചു. പുളിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് വേഗം തന്നെ രണ്ട് കുരിശൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി ഞങ്ങൾ രണ്ടുപേരോട് അപ്പത്തിനുള്ള മാവൊക്കെ പ്ലേറ്റിലോട്ട് പകർന്നൊഴിച്ച് കുരിശൊക്കെ വെച്ചു. ഇനി വേഗം അതൊന്ന് ആവി കയറാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കണം. ഇത് എടുത്തതിന് ശേഷമേ ഇനി നമ്മൾ ബാക്കിയുള്ള വട്ടയപ്പമൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ. കുരിശപ്പം ഒരെണ്ണം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ കുരിശ് വെക്കാതെ 1-2 കൂടെ ഉണ്ടാക്കിയെടുക്കണം. ഇതിപ്പം നമ്മൾ മാത്രമല്ല കേട്ടോ, ഇന്ന് പെസഹാപ്പം മുറിക്കാൻ ജെറിനും മിൽക്കയുണ്ട്, പിന്നെ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടും വരുന്നുണ്ട്. നമ്മളെല്ലാവരും കൂടി ചേർന്നാണ് കേട്ടോ ഇന്ന് പെസഹ ആഘോഷിക്കുന്നത്. ഇനി അടുത്തത് പാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശർക്കരയൊക്കെ ഒന്ന് ചിരകിയെടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വലിയ കഥ പറച്ചിലും പഴയകാല ഓർമ്മകളും ഒക്കെയാണ്. ശർക്കര ചിരകിയതും നല്ല കരിക്കുമ്പോളും കൂടെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണെന്നൊക്കെ പറയാണ്. പിന്നെ അതിൻ്റെ ചില ഓർമ്മകളൊക്കെയാണ് കേട്ടോ. മമ്മി വീട്ടിൽ ശർക്കര മേടിച്ച് കാറ്റ് കയറാതെ ടിന്നിലൊക്കെ അടച്ച് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കും. ആരും കാണാതെ ചേട്ടായിയോ അച്ചായനോ ഒക്കെ അതിൻ്റെ അതൊന്ന് ഓരോ എടുത്തുകൊണ്ട് പോയി ഒളിച്ചിരുന്ന് കഴിക്കും. മമ്മിയാണെങ്കിൽ കോഴിക്കട്ടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശർക്കര നോക്കുമ്പോഴാണ് ടിന്ന് കാലിയായിട്ടിരിക്കുന്നത് കാണുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചിരിയാണ് കേട്ടോ. അപ്പം നല്ല രസമാണ് നമ്മളിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് പഴയ കാലത്തെ ഓർമ്മകളും ഒക്കെ വരുന്നത്.
അപ്പോൾ വേണ്ട നമ്മുടെ വട്ടയപ്പവും കുരിശപ്പവും പാലും ഒക്കെ റെഡിയായി. ഇനി പാലിൻ്റെ അകത്ത് കട്ട് ചെയ്ത് വെച്ചാൽ കുരിശും കൂടെ ഒന്ന് ഇടണം. അപ്പം അത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഒന്ന് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്ന് കുളിച്ച് റെഡിയായി. നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് അപ്പം മുറിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അവിടെ ചെന്ന് അപ്പമൊക്കെ മുറിച്ചതിന് ശേഷമാണ് നമ്മൾ എല്ലാവരും കൂടെ തിരിച്ച് ഇവിടെ വീട്ടിൽ വരും, ഇവിടെ നിന്ന് അപ്പം മുറിക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാം റെഡി ആയപ്പോഴത്തേക്ക് മിൽക്കയും ജെറിനും കുഞ്ഞും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ഒന്ന് അവിടെ വരെ പോയി അപ്പമൊക്കെ മുറിച്ചിട്ട് തിരിച്ചു വരാമേ. സമൂഹം മുഴുവൻ തങ്ങളുടെ ആട്ടിൻകുട്ടികളെ അന്ന് സന്ധ്യയ്ക്ക് കൊല്ലണം. അതിന്റെ രക്തത്തിൽ നിന്ന് കുറച്ചെടുത്ത് ആടിനെ ഭക്ഷിക്കാൻ കൊടുത്തേക്കുന്ന അങ്ങനെ പ്രാർത്ഥനയോടെ ഈ ആണ്ടത്തെ പെസഹ അപ്പം ദേ മുറിക്കുകയാണ് കേട്ടോ. വീട്ടിലെ ഗൃഹനാഥനാണ് അപ്പം മുറിക്കേണ്ടത്. അപ്പം മുറിച്ചതിന് ശേഷം അപ്പവും പാലും കൂടെ വീട്ടിലുള്ള ഓരോ അംഗങ്ങൾക്കും കൊടുക്കുന്നതും ഗൃഹനാഥൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് അപ്പവും മുറിച്ചു, പാലും ഒക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിലെല്ലാം റെഡി ചെയ്ത് വെച്ചിട്ടാണ് പോയത്, അതുകൊണ്ട് നമുക്ക് വലിയ താമസമൊന്നും വന്നില്ല. എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം അച്ചായൻ ഇവിടെ പ്രാർത്ഥിച്ചു, ബൈബിളൊക്കെ വായിച്ചിട്ട് അപ്പമൊക്കെ മുറിക്കുകയാണ്. എന്നിട്ട് ഓരോരുത്തർക്ക് സെർവ് ചെയ്യുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഹെസാപ്പിയുടെ ആദ്യത്തെ പെസഹായും ഈസ്റ്ററും ഒക്കെയാണ് കേട്ടോ. അപ്പം പാലിൻ്റെ അകത്ത് മുക്കി വായിലോട്ട് കൊടുത്തപ്പോഴത്തേക്ക് പുള്ളിക്ക് ആ ശർക്കരയുടെ മധുരമൊക്കെ കിട്ടി. അങ്ങ് അത് മാത്രം നുണഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ പെസഹ ദിനത്തിലെ വിശേഷങ്ങൾ. അതൊക്കെ കഴിഞ്ഞു. പിറ്റേന്ന് ദുഃഖവെള്ളിയാഴ്ച രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് സമയമാണ്. തലേന്നത്തെ പെസഹാപ്പും വട്ടയപ്പും പാലും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അതെല്ലാമാണ് കേട്ടോ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തത്. അല്ലെങ്കിലും ദുഃഖവെള്ളിയാഴ്ച അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാറുള്ള പതിവൊന്നുമില്ല. തലേന്നത്തെ അപ്പവും പാലും ഒക്കെ തന്നെയാണ് കേട്ടോ. പിള്ളേർക്ക് പിന്നെ സ്ക്രാമ്പിൾഡ് എഗ്ഗോ അങ്ങനെ എന്തോ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊക്കെ അത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കാപ്പിയുടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ദുഃഖവെള്ളിയാഴ്ചത്തെ കഞ്ഞിക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. ഇന്നലെ ഞങ്ങൾക്ക് ആർക്കും ഡ്യൂട്ടി ഇല്ലായിരുന്നു. ഇന്നും ഓഫാണ് കേട്ടോ. മിൽക്കയ്ക്ക് മാത്രമേ തലേന്ന് നൈറ്റ് ഡ്യൂട്ടി ഉള്ളായിരുന്നു. അപ്പം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി കുറച്ച് നേരം ഉറങ്ങിയിട്ടൊക്കെ ഉച്ചയാകുമ്പോഴത്തേക്ക് ദുഃഖവെള്ളിയാഴ്ചത്തെ ഉച്ചക്കഞ്ഞി കുടിക്കാൻ എത്തിയേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ കഞ്ഞിക്കുള്ള കാര്യങ്ങളൊക്കെ അതിന് ശേഷം റെഡിയാക്കുകയാണ്. കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോഴത്തേക്ക് 2-3 തവണ എന്നോട് ചോദിച്ചായിരുന്നു ഈ പെസഹായിക്കും ദുഃഖവെള്ളിക്കും ഈസ്റ്ററിനും ഒക്കെയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാണല്ലോ, അതിന് വേണ്ടിയിട്ട് ഇനി പ്രത്യേക സാധനമൊന്നും മേടിക്കാൻ ഇറങ്ങണ്ടായല്ലോ എന്ന്. അന്നേരം ഒന്നും ഞാൻ ഈ ചെറുപയർ കയ്യിലില്ലെന്നുള്ള കാര്യം ഓർത്തില്ല കേട്ടോ. പിന്നെ ഞാൻ വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴത്തേക്കിനാണ് ചെറുപയറില്ലെന്ന് മനസ്സിലായത്. പിന്നെ വൻപയർ ഉണ്ടായിരുന്നത് വെള്ളത്തിലിട്ടു. അതുകൊണ്ടൊരു മെഴുകുവരട്ടി ഉണ്ടാക്കാമെന്ന് ഓർത്തു. പിന്നെ കൊച്ചുള്ളി വറ്റൽമുളകൊക്കെ ഒന്ന് എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതുകൊണ്ടൊരു ചമ്മന്തി അരച്ചിട്ടുണ്ട്. പിന്നെ അതേണ്ട പപ്പടം പൊള്ളിച്ചു, നാരങ്ങാച്ചാറുണ്ടായിരുന്നു, മാങ്ങാച്ചാറുണ്ടായിരുന്നു. അപ്പോൾ അതേണ്ട നമ്മുടെ കാര്യങ്ങളൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും മിൽക്കയും ജെറിനും ഒക്കെ കഞ്ഞി കുടിക്കാൻ സമയമായപ്പോഴത്തേക്ക് എത്തിയായിരുന്നു. അപ്പോൾ അതേണ്ട എല്ലാവരും കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു. നാട്ടിലോട്ടൊക്കെ ഒന്ന് വിളിച്ച് നാട്ടിലെ ദുഃഖവെള്ളിയാഴ്ചയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാം, പള്ളിയിൽ പോയിട്ടൊക്കെ എല്ലാവരും വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് വിളിച്ചപ്പോഴത്തേക്കിനാണ് അവിടെ ഒന്ന് പറയുന്നത് അവർക്ക് 3 മണിക്കാണ് പള്ളിയിൽ തുടങ്ങുന്നതെന്ന്. ഇത്തവണ തൊട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് സമയത്തിൽ. അതുകൊണ്ട് 3 മണിക്കാണ് പള്ളിയിലെ ദുഃഖവെള്ളിയാഴ്ചയുടെ ആരാധനയൊക്കെ തുടങ്ങുന്നതെന്നാണ് കേട്ടോ പപ്പയും മമ്മിയൊക്കെ പറഞ്ഞത്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ദുഃഖവെള്ളിയാഴ്ചയുടെ ആരാധന സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 7:30-8 ഒക്കെ ആകുമ്പോഴത്തേക്കിനാണ്. അങ്ങനെ അത് തുടങ്ങിയാൽ ഒരു 1:30 വരെ ഉണ്ട് കേട്ടോ. ആദ്യ പകുതി അവസാനിക്കുന്നത് 1:30 ആകുമ്പോഴത്തേക്കിനാണ്. അതിന് ശേഷം ബണ്ണും ചുക്ക് കാപ്പിയും ഒരു 5 മിനിറ്റത്തെ ഒരു ഇൻ്റർവെല്ലൊക്കെ ഉണ്ട്. അതിന് ശേഷമാണ് ബാക്കി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അത് 3:30 വരെയാണ്. അതിന് ശേഷം നമുക്ക് കഞ്ഞിയും കടുമാങ്ങ അച്ചാറും ചെറുപയറും പപ്പടവും ഒക്കെയാണ്. അതിന് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാണ് ദുഃഖവെള്ളിയാഴ്ചത്തെ ആരാധനാക്രമം അവസാനിക്കുന്നത്. അന്നേരം കൂട്ടുകാരെല്ലാവരും കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് കഥകളുമൊക്കെ പറഞ്ഞ് ചൂട് കഞ്ഞിയൊക്കെ കുടിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നും ഇപ്പോഴേ നമ്മളെ വീട്ടിൽ എന്തോരം നല്ല രുചിയായിട്ട് ഉണ്ടാക്കിയാലും കിട്ടത്തില്ല കേട്ടോ. അതിൻ്റെ സീക്രട്ടൊന്നും ആർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ. പിന്നെ വേണ്ട 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും മിൽക്കയും ജെറിനൊക്കെ പോകാൻ ഇറങ്ങി. മിൽക്കയ്ക്ക് ഇന്ന് വൈകിട്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകേണ്ടതുകൊണ്ട് അവർ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വേണ്ട മേശയിൽ വേണ്ട നമ്മുടെ വട്ടയപ്പവും അപ്പവും പാലും ഒക്കെ തന്നെയാണ് ഇരിക്കുന്നത്. ഇന്ന് വൈകിട്ട് നാളെ രാവിലെയും കൂടെ ഇനിയിപ്പോൾ അത് ഓടുമെന്നാണ് തോന്നുന്നത് കേട്ടോ. എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് വിചാരിക്കുന്നത്. സമയം ഏകദേശം 8 മണിയാകാറായി. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മളുടെ ദുഃഖവെള്ളിയാഴ്ചത്തെ വിശേഷങ്ങളെ. ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടേ നിങ്ങളെൻ്റെ ഈ വീഡിയോ കാണുകയുള്ളൂ. എന്നാലും വേണ്ടിയില്ല, എല്ലാവർക്കും ഞങ്ങളുടെ ഈസ്റ്റർ ആശംസകൾ അറിയിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ഞങ്ങൾ പള്ളിയിൽ കുർബാനയ്ക്ക് പോവുകയാണ്. തലേന്ന് രാത്രിയിലാണ് സാധാരണ നമ്മൾ കുർബാന കൂടാൻ വേണ്ടിയിട്ട് പോകാറുള്ളത്. പക്ഷേ ഇത്തവണ പോകാൻ പറ്റാഞ്ഞതുകൊണ്ട് ഈസ്റ്ററിൻ്റെ അന്ന് രാവിലെയാണ് ഞായറാഴ്ചത്തെ കുർബാന കൂടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ പള്ളിയൊക്കെ പിരിഞ്ഞു. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ നൊയമ്പ് വിടണം. അപ്പം
ബീഫ് വരട്ടിയത് അച്ചായൻ തലേന്ന് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒപ്പം പുട്ടും ഉണ്ടായിരുന്നു. അപ്പം പുട്ടും ബീഫും ഒക്കെയാണ് നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത്. പിള്ളേർ രാവിലെ വന്നപ്പം തന്നെ ബീഫൊക്കെ എടുത്ത് പള്ളി കഴിഞ്ഞല്ലേ നേരെ നോയമ്പ് വിടാമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് കഴിപ്പ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വേണ്ട ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കാപ്പി കുടിക്കുകയാണ്. പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ ചെറിയ രീതിക്ക് ഒരു ഈസ്റ്റർ ഡെക്കറേഷനൊക്കെ നമ്മുടെ ഹോൾവേയിൽ സെറ്റാക്കാറുള്ളതാണ് കേട്ടോ എല്ലാ വർഷവും. അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്താണ്ട് ഉച്ചയായപ്പോഴത്തേക്കും മിൽക്കയും ജെറിനും ഒക്കെ വന്നിട്ടുണ്ട്. അച്ചാച്ചനും ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദിവസം മുമ്പേ ഇതിൻ്റെ കാര്യത്തിലൊരു ധാരണയായതാണ് കേട്ടോ. രാവിലത്തെ കാപ്പി നമ്മളെല്ലാവരും ഒരുമിച്ച് ഇവിടെ വന്ന് ഉച്ചക്കത്തെ ബീഫ് ബിരിയാണി ഞങ്ങൾ സെറ്റാക്കി കൊണ്ട് വന്നേക്കാം അവിടെ നിന്നൊക്കെ പറഞ്ഞു. പക്ഷേ കാപ്പിയുടെ കാര്യം ക്യാൻസലാക്കി. ജെറിന് മിൽക്കായ നല്ല വിശ്വാസമാണ്. ബീഫ് ബിരിയാണി വലിയൊരു ടാസ്ക് ആയതുകൊണ്ട് ഈസ്റ്റർ ലഞ്ച് ഡിന്നറായി പോകുമെന്ന് പേടിച്ചും കൊണ്ട് അവർ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് ക്യാൻസൽ ചെയ്തു കേട്ടോ. പിന്നെ സമയം എടുത്ത് നല്ല അടിപൊളി ബീഫ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ഉച്ചയായപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഹെസ് കുട്ടൻ്റെ ആദ്യത്തെ ഈസ്റ്ററാണ് കേട്ടോ. ഞങ്ങളുടെ ഒപ്പം ഇരുന്ന് അവന് ഈസ്റ്ററിന് ഫുഡൊക്കെ കഴിച്ചു സന്തോഷത്തോടെ അവിടെ കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. പിന്നെ ചെറിയൊരു വെയിൽ കണ്ടപ്പോഴേ ഈ കോഴികളൊക്കെ കാണിക്കാൻ വേണ്ടി ഞാനും അവനും കൂടെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ഈ വർഷത്തെ ഈസ്റ്ററിൻ്റെ വിശേഷങ്ങളും ചെറിയ ചെറിയ സന്തോഷങ്ങളും ഒക്കെ. അപ്പം ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഒത്തിരി ഫ്രണ്ട്സ് നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ലൈക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒത്തിരി താങ്ക്സ് അറിയിക്കുന്നു. അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.